ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത്, നമുക്കൊക്കെ ഇപ്പോൾ ഈ സ്ത്രീകൾക്കൊക്കെ പീരിയഡ്സ് ടൈമിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് അല്ലേ. ചിലർക്ക് നേരത്തെ ആവാറുണ്ട്, ചിലർക്ക് പെട്ടെന്ന് നിൽക്കാറില്ല, ചിലർക്ക് ബ്ലീഡിങ് അധികം വരാതെ ഒരുപാട് ദിവസം ഇങ്ങനെ കളിപ്പിക്കുക, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഒരുപാട് ആളുകൾ പറയാറുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ലൊരു ട്രീറ്റ്മെൻറ്റാണ്, നമ്മൾ നാടൻ ട്രീറ്റ്മെൻറ്റാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് എള്ള്, നമ്മൾ എത്രയാണോ ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച് എള്ള്, കരിഞ്ചീരകം, അതുപോലെ തന്നെ കുറച്ച് ഉണക്ക നെല്ലിക്ക എല്ലാം കൂടി ഇതുപോലെ ഒന്ന് ജസ്റ്റ് കഴുകിയിട്ട് ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക കേട്ടോ. ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ഇതുപോലെയുള്ള ഒരു പൊട്ടുന്ന ബോട്ടിലാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് എത്രയാണോ നമ്മൾ എത്രയാണോ സാധനം ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും കാരക്ക, ഇത് 500 കാരക്ക ഉണ്ട് കേട്ടോ. അതെടുത്തിട്ട്, അതായത് ഈത്തപ്പഴം എന്നറിയുമല്ലോ ആ സംഭവം, അതുപോലൊരു കുപ്പി നന്നായിട്ട് തന്നെ കഴുകി ഉണക്കി തുടച്ച് വെള്ളമൊന്നും ഇല്ലാണ്ട് വൃത്തിയാക്കിയിട്ട് തന്നെ ഇതിലേക്ക് നമ്മൾ കാരക്ക ഇട്ട് കൊടുക്കണം. ഒരു പണിയും ഇല്ല. ആ എള്ളും ആ ഒരു കരിഞ്ചീരകവും എല്ലാം കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്ന, ഉണക്കി പൊടിക്കുന്ന ആ ഒരു പണിയേ ഉള്ളൂ. അതിനുശേഷം നമ്മൾ നെല്ലിക്ക ഉണക്കി പൊടിച്ചതാണ്. ഇത് കഴുകിയിട്ട്, ഉണക്ക നെല്ലിക്ക വാങ്ങിയിട്ട് കഴുകിയിട്ട് ഒന്ന് പൊടിച്ച് നന്നായിട്ട് തന്നെ നെല്ലിക്ക പൊടിക്കണം കേട്ടോ. എൻ്റെ നന്നായി പൊടിഞ്ഞിട്ടില്ല, അത് കുറച്ച് കഴിക്കുന്ന സമയത്ത് ബുദ്ധിമുട്ടുണ്ട്. അതിനുശേഷം എള്ള്, കരിഞ്ചീരകം ഇതുപോലെ ഒന്ന് കഴുകി ചൂടാക്കിയതിന് ശേഷം കഴുകിയിട്ടൊന്ന് ഉണക്കാനിടുക. എന്നിട്ട് പിന്നെ ഇതുപോലെ ഒന്ന് ജസ്റ്റ് നമ്മളൊന്ന് ചൂടാക്കിയതിന് ശേഷം നമ്മളൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. അത് കരിഞ്ചീരകമാണ് കേട്ടത്. പിന്നെ എള്ള്, ഈ എള്ളും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഉണക്ക നെല്ലിക്ക, എള്ള്, കരിഞ്ചീരകം നന്നായിട്ട് പൊടിച്ചിട്ട് ചേർത്തു അല്ലേ. എന്നിട്ട് നമ്മൾ കാരക്കയും ചേർത്തല്ലോ. ഇനി നമ്മൾക്ക് അതിലേക്ക് ബദാമാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. ഈ ബദാമൊക്കെ ഓപ്ഷണലാണ്, എന്നാൽ ചേർത്താൽ നല്ലതുമാണ്. അപ്പം ബദാം ചേർത്തു. ഇനി ലേശം അണ്ടിപ്പരിപ്പ് ചേർക്കാൻ പോവുകയാണ്. അണ്ടിപ്പരിപ്പും കൂടി ചേർത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാം, ഇതെല്ലാം ചേർത്തിട്ട് നമ്മൾ തേൻ ഒഴിച്ച് കൊടുക്കണം. ഒരു കാര്യം കൂടി നമ്മൾ വിട്ടു പോയിട്ടുണ്ട്. അപ്പോൾ ഉണക്കമുന്തിരിയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ കറുത്ത ഉണക്കമുന്തിരിയില്ലേ, വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടത്. അതാരും സ്കിപ്പ് ചെയ്യരുത്. മാത്രമല്ല, ഇത് നമുക്ക് ഇതിൽ മാത്രമല്ല, നമ്മളിപ്പോൾ ഡെയിലി ഒരു 5-8 എടുത്തിട്ട് തലേയൊരു ദിവസം രാത്രി വെള്ളത്തിലിട്ടിട്ട് രാവിലെ ആ വെള്ളം മുന്തിരിങ്ങയും കൂടി കഴിച്ചു കഴിഞ്ഞാലും ഒരുപാട് കാര്യത്തിന് ഇത് യൂസ്ഫുള്ളാണ്. നമ്മളിപ്പോൾ സ്ത്രീകൾക്കൊക്കെ വളരെ ഇതാണ്. കാരണം നമ്മൾ വെള്ളപ്പൊക്ക്, അതുപോലെ തന്നെ ഈ മെൻസസിൻ്റെ പ്രശ്നങ്ങൾക്കൊക്കെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻസാണ് നമ്മൾ ഉണക്കമുന്തിരി. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്